ഗബ്രി ജാസ്മിൻ. ജാസ്മിന്റെ ജീവിതം ഇല്ലാതാക്കിയതിൽ ഗബ്രിക്ക് പങ്കുണ്ടോ? രണ്ടുപേർക്കും പങ്കുണ്ട്. എന്നാലും ഒന്ന് ആലോചിക്കുമ്പോൾ, ഞാൻ ഹൗസിലുള്ള വ്യക്തിയാണെന്ന് ചിന്തിക്കുമ്പം ജാസ്മിൻ, നമ്മുടെ ഗബ്രി ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറയുന്നുണ്ട്, എന്റെ ഗെയിം കഴിഞ്ഞു, ഞാനെല്ലാം അവിടെ ഉപേക്ഷിക്കുന്നു. ശരണ്യ ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്തെടുത്ത് ഗബ്രി പറഞ്ഞു, ജാസ്മിന്റെ മാത്രം പറഞ്ഞില്ല. അപ്പം ജാസ്മിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ജാസ്മിന്റെ പേര് പറയാൻ എങ്ങനെ ഉപേക്ഷിക്കുന്നത്? അതിന് ഗബ്രി പറഞ്ഞ ഞാൻ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോട് യാത്ര, പിന്നെ പറഞ്ഞില്ല. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവർക്ക് പുറത്തറിയായിരുന്നു, അത് വെളിപ്പെടുത്തുകയും ചെയ്തല്ലോ. നിങ്ങൾക്ക് തോന്നിയിരുന്നു, കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ശരണ്യക്ക് തോന്നി ഇത് പ്രണയമായിരുന്നെന്ന്? ഉള്ളത് പറയണം കേട്ടോ. എന്നോട് ചോദിച്ചാൽ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്, മനസ്സിലായോ? ലവ് എന്ന് പറയുന്നത്, കാരണം ഞാൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിനെ. സോ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 2.5 years. ഞങ്ങളുടെ പ്രോസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രണയിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ പ്രണയം തീരുന്നില്ല. ഞങ്ങളുടെ പ്രണയം കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആണ്. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഞങ്ങളുടെ തീർന്നിട്ടില്ല. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ലവ് ഒരു ദിവസം കൊണ്ട് ആവത്തില്ല, അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഒരു ദിവസം കൊണ്ട് ഒരാളോട് ഐ ലവ് യു ശരണ്യക്ക് ആർക്കും പറ്റത്തില്ല. അതെനിക്ക് അപ്പം എനിക്ക് വേറെ ആൾക്കാരെ അറിയില്ല. പക്ഷെ എന്റെ ഒരു കൊച്ചു അറിവ്, എന്റെ ചെറിയൊരു അറിവിൽ, ഇത് ചെറിയ അറിവാന്നൊന്നും പറയല്ലേ, ഒരു ദിവസം കൊണ്ട് പ്രണയിക്കാൻ പറ്റും. പ്രണയത്തിന് ടൈം എടുക്കും. അപ്പൊ ഇത് അവരുടെ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ, അവരുടെ ഗെയിം പ്ലാൻ ആയിരുന്നോ? എന്തായാലും ചീറ്റി പോയി, അത് പറയാൻ പറ്റും. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുഖംമൂടിയാണോ എന്ന് പറയുന്ന ശരണ്യ? മുഹമ്മൂടി ആണോ എന്ന് ഏറ്റവും കൂടുതൽ മുഹമ്മൂടി ആണോ അല്ലെങ്കിൽ എന്താ ഗെയിം അറിയാനായിരിക്കും ചിലപ്പം ജനങ്ങൾ ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം, സ്വന്തം ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ബ്ലോക്ക് വരുന്നു. ജാസ്മിൻ സിമ്പിൾ ആയിട്ട് പറയുന്നു, ലാലേട്ട ഒരു ബ്ലോക്കേ ഉള്ളൂ. ആ ജാസ്മിൻ തന്നെ ഗബ്രി പോയപ്പം ഫോട്ടോ എടുത്ത് കരയുന്നു, ഗെയിം വരുമ്പോ ആ കരച്ചില് മാറ്റുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോഴും പറയാം, ജനങ്ങള് പൊട്ടന്മാരല്ല. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ എന്ത് കാണിച്ചാലും ജനങ്ങൾക്ക് മൂളയുണ്ട്, ജനങ്ങൾ അത് തിരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ 23 വയസ്സുകാരിയുടെ ഒരു ബോധമേ ജാസ്മിനുള്ളൂ. പുറത്ത് വെച്ച് ജാസ്മിൻ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. അത് ഞാൻ പറയാം, റിലേഷൻ ഉണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രിയുമായിട്ട് അടുത്തെന്ന് അറിഞ്ഞപ്പം ആ വ്യക്തി മാറി. ഗബ്രിയുടെ ജാസ്മിനെയും തമ്മി പിരിച്ചത് ശരണ്യാന്ന് ഞാൻ പറഞ്ഞ എന്ത് പറയും? അവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവന്നത്. തീർച്ചയായും ഗബ്രി ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഞാൻ വന്നപ്പോൾ ഞാൻ കാണുന്ന ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു നൈറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ഭയങ്കരമായിട്ട് കെമിസ്ട്രി ബിൽഡ് ആവുന്നത് ഞാൻ കണ്ടു. 2 പേരിൽ, ഗബ്രി ജാസ്മിൻ. ഓക്കെ, അപ്പോൾ അവര് ഇങ്ങനെ അവരെ ചിരികളി തമാശ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവരുടെ വേ ഓൺ അവരുടെ രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് വന്നപ്പോൾ എന്നോട് ഒരു ചോദ്യം ഗബ്രിയാണ് ചോദിച്ചെന്ന് തോന്നുന്നു. ഗബ്രി എന്നോട് ചോദിച്ചു, ശരണ്യ ചേച്ചി, ഞങ്ങൾ 2 പേരുടെ റിലേഷൻ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഡ്യൂഡ്, നിങ്ങൾ ലവ് ആയാല് എന്താ, ലവ് ആയില്ലെങ്കിൽ എന്താ, എനിക്കെന്താ പ്രശ്നം? എന്റെ മാറ്റർ അല്ല. ഞാൻ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ്. നിങ്ങൾ ലവ് ചെയ്യാണ്ടിരിക്കോ, അത് നിങ്ങളുടെ ലുക്ക് ഔട്ടാണ്, എന്റെ ലുക്ക് ഔട്ട് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റ് പറഞ്ഞു, എനിക്കൊന്നും നിങ്ങളുടെ മാറ്ററിൽ എനിക്ക് ഇന്റർഫിയർ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. ആക്ച്വലി ഫോർ മീ ദിസ് ഇസ് നോട്ട് ലവ്, അതാണ് എന്റെ ബ്രെയിനിൽ. ഫോർ മീ ദിസ് ഇസ് നോട്ട് ലവ്. അത് എനിക്ക് അവരോട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, അവരിവിടെ ഗെയിം കളിക്കുക, അവരുടെ ഓൺ വേയിൽ അവർ കളിച്ചോട്ടെ. ലേറ്റർ ഓൺ ഇതിങ്ങനെ പോയി. പിന്നെ അവരുടെ ഞാൻ പറയട്ടെ, ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവർ ആണ്. നമ്മൾ ലവ് എന്ന് പറയുന്നത് ഇങ്ങനെ കാഴ്ച വസ്തു ആക്കത്തില്ല, ഒരു ജെനുവിനിറ്റി ഉണ്ടാവും. ജെനുവിൻ ആയിരിക്കും. പിന്നെ ദ വേ വി ടച്ച്, ദ വേ വി ടോക്ക്, അതിലൊക്കെ ഒരു പ്യൂരിറ്റി ഉണ്ടാവും. അതിലൊരു 2 സോൾസിന്റെ ഒരു ജെനുവിനിറ്റി ഉണ്ടാവും. ഇതൊന്നും എനിക്ക് ആ സോളുകളിൽ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്റെ കാര്യം പറയുകയാണ് കേട്ടോ, എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് ഒരു പോയിന്റിൽ തോന്നി ഇവര് മറ്റേ പുറത്തുനിന്ന് ട്രയാങ്കിൾ വെച്ചിട്ടുള്ള കളിയാണെന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ അതിന്റെ പുറകെ പോയില്ല. കാരണം ജനങ്ങൾക്ക് എന്തായാലും നല്ല ബുദ്ധിയുള്ള ജനങ്ങളാണ് പുറത്ത്. പക്ഷെ ഇവിടെ നഷ്ടം ജാസ്മിന് മാത്രമേ ഉള്ളൂ.
ഗബ്രി ഇറങ്ങി, ഗബ്രി ഫ്രണ്ടാന്ന് പറയുന്നു. ഇനി ജാസ്മിൻ ഇറങ്ങുമ്പോ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ജാസ്മിന് ഒരു സപ്പോർട്ട് വേണമായിരുന്നു. മനസ്സിലായോ? അപ്പം ഫോർ എക്സാമ്പിൾ ജാസ്മിൻ വാക്കുകൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്യാനും സാമർഥ്യമുണ്ട്, പക്ഷെ ഗെയിംസ് കൊണ്ടില്ല. അതെ, പക്ഷെ അത് ഗബ്രിക്കുണ്ടോ? ഗബ്രിക്ക് ഗെയിംസ് കൊണ്ടുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, വാക്കുകൊണ്ടും ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ആരും ആ ഹൗസിൽ കണ്ടിട്ടില്ല. അവർ രണ്ടുപേരും എപ്പോഴും കമ്പൈൻ ആയിട്ടാണ് കളിക്കുന്നത്. മനസ്സിലായോ?